ഇന്ത്യൻ സിനിമയിൽ തന്നെ സിനിമാ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രങ്ങൾ സമീപ വർഷങ്ങളിൽ ഏറ്റവും അധികം വന്നിട്ടുള്ളത് മലയാളത്തിലായിരിക്കും. അവയിൽ പലതും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. ആ നിരയിലെ ഏറ്റവും പുതിയ എൻട്രിയാണ് ടൊവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നടികർ. സിനിമയുടെ വിശാല ലോകത്തിലേക്ക് മൊത്തത്തിൽ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിന് പകരം ഡേവിഡ് പടിക്കൽ എന്ന മലയാള സിനിമയിലെ ഒരു യുവ സൂപ്പർ താരത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് നടികറിലൂടെ ലാൽ ജൂനിയർ. ബന്ധുബലത്തിന്റെ തണലോ സുഹൃത്തുക്കളുടെ കൈത്താങ്ങോ ഇല്ലാതെ സ്വന്തം പരിശ്രമത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ ആളാണ് ഡേവിഡ്. വൻ വിജയം നേടിയ ആദ്യ 3 ചിത്രങ്ങൾ സിനിമാ ലോകത്ത് അയാളുടെ തലവര മാറ്റി. പലരും കൊതിക്കുന്ന സൂപ്പർ സ്റ്റാർ പട്ടം വൈകാതെ തേടിയെത്തി. എന്നാൽ നിലവിൽ പരാജയ തുടർച്ചയിലാണ് അയാൾ. പ്രതീക്ഷിച്ച് കൈ കൊടുക്കുന്ന പ്രോജക്റ്റുകളൊന്നും ജനത്തെ തിയേറ്ററുകളിൽ രസിപ്പിക്കുന്നില്ല. ഗംഭീര നടനെന്ന സ്വന്തമായും അഭിപ്രായമില്ലാത്ത ഡേവിഡിന്റെ പരാജയ കാരണം താരഭാരം തലയിൽ കയറിയതാണെന്ന് ഒപ്പമുള്ളവർക്ക് പോലും അഭിപ്രായമുണ്ട്. ആളിലും ആരവത്തിലും സമ്പന്നതയിലും പെട്ട് സിനിമയ്ക്ക് വേണ്ടി പോലും ആത്മാർത്ഥമായ ഒരു പരിശ്രമം അയാൾ ഇപ്പോൾ കൊടുക്കുന്നില്ല. എന്നാൽ ഈ പിടികളിൽ നിന്നൊക്കെ വിടുതൽ നേടി വീണ്ടും തിളക്കമുള്ള വിജയങ്ങൾ നേടണമെന്ന് അയാൾക്ക് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ട് താനും. അങ്ങനെ ആഗ്രഹിക്കുന്ന ഡേവിഡിന്റെ മുന്നിലേക്ക് ബാല എന്ന നാടക പശ്ചാത്തലമുള്ള ആക്ടിംഗ് കോച്ച് എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? സൂപ്പർ സ്റ്റാർ പട്ടമുള്ള ഒരാൾ അഭിനയം പഠിക്കാൻ തയ്യാറാവുമോ? ശേഷമുള്ള ചോദ്യങ്ങൾക്കും ആകാംക്ഷകൾക്കുമുള്ള ഉത്തരമാണ് നടികർ എന്ന ചിത്രം. ഹണീബിയും ഡ്രൈവിംഗ് ലൈസൻസും അടക്കം ശ്രദ്ധേയ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള സംവിധായകനാണ് ലാൽ ജൂനിയർ. സ്റ്റൈലിഷായി ഫ്രെയിമുകൾ ഒരുക്കുന്ന തിയേറ്ററുകളിൽ സെലിബ്രേഷൻ മൂഡ് സൃഷ്ടിക്കാൻ ഇഷ്ടപ്പെടുന്ന സംവിധായകനാണ് പൊതുവെ അദ്ദേഹം. ഹായ് ഐ ആം ടോണി തുടങ്ങിയ വഴിമാറി നടക്കലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും നടികരിലെത്തുമ്പോൾ കുറെ കൂടി ഒതുക്കവും ഗൗരവമുള്ള സംവിധായകനെയാണ് കാണുന്നത്. സെലിബ്രേഷൻ മൂഡും സ്റ്റൈലിഷ് ഫ്രെയിമുകളുമൊക്കെ ഇവിടെയുമുണ്ടെങ്കിലും പറയുന്ന കഥയിൽ നിന്ന് ഒരു മിനിറ്റ് പോലും പ്രേക്ഷകരുടെ ശ്രദ്ധയെ മാറ്റുന്നില്ല അദ്ദേഹം. ഡേവിഡ് പടിക്കലിന്റെ സ്വപ്നതുല്യമായ ജീവിതത്തിലൂടെ കഥ പറയുന്ന പശ്ചാത്തലത്തിലേക്ക് പ്രേക്ഷകരെ നേരിട്ടെത്തിക്കുകയാണ് സംവിധായകൻ. ഏത് നടനും വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രമാണ് ഡേവിഡ് പടിക്കൽ. അഭിനേതാവെന്ന നിലയിൽ സ്വയം പുതുക്കലോ പരിശ്രമമോ നടത്താത്ത മുൻകാല വിജയങ്ങളുടെ ലഹരിയിൽ ഇപ്പോഴും കഴിയുന്ന അലസനായ നടനാണ് ഡേവിഡ്. ഡേവിഡ് പടിക്കൽ ഒരു നടന് മുന്നിൽ വെക്കുന്ന വെല്ലുവിളികൾ പലതാണ്. സീനിയർ സംവിധായകരായാലും പിന്നീടെത്തുന്ന ആക്ടിംഗ് കോച്ചിനാലുമൊക്കെ സീരിയസ് ആയി കണക്കാക്കപ്പെടാത്ത നടനാണ് ഡേവിഡ്. സിനിമയ്ക്കുള്ളിലെ സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഒരേ രംഗങ്ങളിൽ തന്നെ ഡേവിഡിന്റെ മോശം പ്രകടനങ്ങളും നല്ല പ്രകടനങ്ങളും അവതരിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം നിലവിലെ പരാജയങ്ങളിൽ അസംതൃപ്തിയുള്ള എന്നാൽ അത് മാറ്റാൻ പരിശ്രമിക്കാതെ മറിച്ച് അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഡേവിഡിന്റെ വ്യക്തിജീവിതവും അവതരിപ്പിക്കണം. കണ്ടിരിക്കുന്നവർക്ക് ഇത് ആരെന്ന് ഒരു തരത്തിലും സംശയം തോന്നാത്ത തരത്തിൽ ഡേവിഡ് പടിക്കലായി ടൊവിനോ നിറഞ്ഞാടിയിട്ടുണ്ട്. ടൊവിനോയെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചതും ഡേവിഡ് പടിക്കൽ കടന്നു പോകേണ്ട ഈ സങ്കീർണതകളായിരിക്കും. ടൊവിനോയുടെ കരിയറിലെ ഓർത്തിരിക്കാവുന്ന കഥാപാത്രങ്ങളുടെ നിരയിലേക്ക് നിസ്സംശയം നടന്നുകയറും ഡേവിഡ് പടിക്കൽ. സിനിമയുടെ വിശാല ലോകത്ത് നടക്കുന്ന കഥയാണെങ്കിലും ഒരു താരത്തിന്റെ വ്യക്തിജീവിതം ഫോക്കസ് ചെയ്യുന്ന സിനിമയായതിനാൽ പ്രധാന കഥാപാത്രങ്ങൾ കുറവാണ് ചിത്രത്തിൽ. സുരേഷ് കൃഷ്ണ അവതരിപ്പിക്കുന്ന മാനേജറും ബാലു വർഗീസ് അവതരിപ്പിക്കുന്ന ഡ്രൈവറും സൗബിൻ ഷാഹിർ അവതരിപ്പിക്കുന്ന ആക്ടിംഗ് കോച്ചും മാത്രമാണ് ചിത്രത്തിൽ ഉടനീളമുള്ളത്. എന്നാൽ സ്ക്രീൻ ടൈമിൽ ഏറ്റക്കുറച്ചിലുകളുള്ള മറ്റ് കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗും ചിത്രത്തിൽ നന്നായിട്ടുണ്ട്. രഞ്ജിത്ത് അവതരിപ്പിക്കുന്ന സീനിയർ സംവിധായകനും അനൂപ് മേനോൻ അവതരിപ്പിക്കുന്ന സീനിയർ നടനുമൊക്കെ മികച്ച കാസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ച് രഞ്ജിത്ത് അവതരിപ്പിച്ച ലൊക്കേഷനിൽ ടെററായ സംവിധായകൻ. സുരേഷ് കൃഷ്ണ, ബാലു വർഗീസ്, സൗബിൻ ഷാഹിർ, രഞ്ജിത്ത്, അനൂപ് മേനോൻ എന്നിങ്ങനെ ഒരുമിച്ച് അങ്ങനെ കണ്ടിട്ടില്ലാത്ത താരങ്ങളെ ബിഗ് സ്ക്രീനിൽ ഒരുമിച്ച് കാണുന്നതിന്റെ ഫ്രഷ്നെസ് നടികറിനുണ്ട്. ചിത്രത്തിലെ മനോഹരമായ ഫ്രെയിമുകൾക്ക് പിന്നിൽ ആൽബിയാണ്. ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ആണ് എടുത്തു പറയേണ്ടി ഒന്ന്. ഡേവിഡ് പടിക്കൽ മാത്രമല്ല സിനിമാ ലോകത്ത് നിൽക്കുന്ന മറ്റ് കഥാപാത്രങ്ങളെയും സ്റ്റൈലിഷായാണ് ജീൻ പോൾ ലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എക്ത ഫട്ടഡാണ് ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ. യക്സൻ ഗാരി പെരേരയും നേഹ നായരും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന സ്കോർ സിനിമയുടെ മൂഡിന് തുടർച്ചയുണ്ടാക്കുന്നതിൽ സംവിധായകനെ സഹായിച്ചിട്ടുണ്ട്. സിനിമയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമായിരിക്കുമ്പോഴും ഫീൽ ഗുഡ് എന്റർടൈനറാണ് നടികർ. സംവിധായകൻ എന്ന നിലയിൽ ലാൽ ജൂനിയർ വിജയിച്ചിട്ടുണ്ട് അവിടെ.